ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴും തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് ഒരു തേർഡ് പാർട്ടി ഇൻട്രാക്ഷൻ. അതായത് രണ്ട് വ്യക്തികൾ ആ റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ്. അത് ഏത് രീതിയിലുമായിരിക്കാം, പല രീതിയിലാണ് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. എനിവേസ്, ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിനെ നമുക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് കറക്റ്റായി ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് കാരണം എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അൺഹാപ്പി ആയി മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ളൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലുള്ള ട്രസ്റ്റ് ഡാമേജ് ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു ഫിയർ ഉണ്ടായിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം പലപ്പോഴും ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഒരു പക്ഷെ ഇതിൽ കൂടുതലും ഉണ്ടായിരിക്കാം, ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. സോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലംസ് അത് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതും ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരിക്കാം, അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് നിങ്ങൾക്ക് ഒട്ടും കംഫർട്ട് അല്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു കാര്യവും ഹൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ല. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടാണ് നിങ്ങൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനൊരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫിയറൻസ് ഓൾറെഡി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ എവിടെയെങ്കിലും ഒരു അശ്രദ്ധ കാരണമായിരിക്കാം അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാൻസ് ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ പരസ്പരം കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ വെച്ച് മിസ്സായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായി അനലൈസ് ചെയ്ത് ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം, ചില കേസുകളിൽ ആ വ്യക്തിയോട് സംസാരിച്ചേ പറ്റൂ, ആ വ്യക്തിയെ അഭിമുഖീകരിച്ചേ പറ്റൂ എന്നുള്ള ചില കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അഭിമുഖീകരിക്കാം. പക്ഷേ അതൊരു പീസ്ഫുൾ മാനറിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് സ്വയം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വളരെ ദേഷ്യത്തോടെ ആയിരിക്കാം, അതല്ലെങ്കിൽ വളരെ റൂഡായിട്ടൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അതെല്ലാം നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തികച്ചും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മാനറിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഈ മൂന്ന് കാര്യങ്ങൾ എന്നതിലുപരി ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻ ബേസിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്